ഇർതകബ്തു അലൽ ഖതാ വൈറ അസിരിൻ വഅദദ് ലാക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇത് കേട്ടിട്ടില്ലേ? ഒരുവിധം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം അള്ളാഹ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തൊരു വരിയാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? നിങ്ങൾ എവിടെയെങ്കിലും ഇതിന്റെ അർത്ഥം ഒരാൾ മൈക്ക് സെറ്റ് കൂടെയോ ഒരു പ്രസംഗത്തിലോ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കുറ്റാമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി അന്യായം ബോധിപ്പിക്കും യാ സയ്യിദി ഖൈറൻ നബി. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബി, ഞാൻ തങ്ങളോട് ഇതാ ആവലാതി പറയുന്ന നബിയേ. ഈ ഒരു പരാമർശമുള്ളത് കൊണ്ട് മങ്കൂസും ഒരു ശിർക്കാനാണ്. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നാം ചിന്തിക്കണം, അള്ളാഹുവിന്റെ റസൂലിനോട് ആവലാതി പറയുന്നത് എന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്തിട്ടുള്ള തെറ്റുകൾ നമുക്ക് പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് ആവലാതി പറയുകയാണ്. ഇത് പറയണമെന്നും എന്നാൽ അള്ളാഹു ദോഷം പുറത്തു തരുമെന്നും അള്ളാഹുവിന്റെ ഖുർആനല്ലേ നമ്മെ പഠിപ്പിച്ചത്. വലൗ അന്നഹും യظلموا أنفسهم جاءوك واستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഖുർആൻ പഠിപ്പിക്കുന്നു. വലൗ അന്നഹും യظلموا أنفسهم جاءوك, തെറ്റു ചെയ്തിട്ടുള്ള ആളുകൾ, അതുവഴി അവരുടെ സ്വശരീരത്തെ ആക്രമിച്ചിട്ടുള്ളവർ, ജാഊക, നബിയെ അങ്ങയുടെ അരികിൽ വന്നു കഴിഞ്ഞാൽ, വസ്തഗ്ഫിറുല്ലാഹ, അവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടി, വസ്തഗ്ഫറ ലഹുമുർ റസൂലു, റസൂലും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, അള്ളാഹു അവർക്ക് അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നവനായി അള്ളാഹുവിനെ അവരെത്തിക്കുന്നതാണ്. അള്ളാഹു കാരുണ്യം ചൊരിയുന്നതായി അവരെത്തിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അപ്പൊ തെറ്റ് ചെയ്ത ആളുകൾ റസൂലുള്ളാഹി തങ്ങളോട് ആവലാതി പറയുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി തങ്ങളെ തൊട്ട് മുഖം തിരിച്ചു കളയുകയും റസൂലുള്ളാഹിയിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാതെ റസൂലുള്ളാഹി ഇല്ലെങ്കിലും എന്റെ കാര്യം നടക്കുമെന്ന ഗർവോടെ ഭാവത്തോടെ തിരിഞ്ഞു കളയുകയും ചെയ്യുക എന്നത് മുനാഫിഖുകളുടെ ലക്ഷണമാണെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളിലേക്ക് വരുവീൻ, റസൂലുള്ളാഹി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് മാപ്പിരിക്കുവീൻ എന്നവരോട് പറയപ്പെട്ടാൽ, ലൗവ റൂസഹും, അവരുടെ തല തിരിച്ച് അവർ പിന്തിരിഞ്ഞു പോകും. ഇത് കപടന്മാരുടെ മുനാഫിഖുകളുടെ ലക്ഷണമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭം റസൂലുള്ളാഹിനെ വിളിച്ച് നമ്മൾ അന്യായം പറയുക എന്നത് ശിർക്കല്ല, കുഫറല്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പരിപാടിയുമല്ല.